Hey guys, welcome to D Vlogs. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ ദിവസമായിട്ട്, അതായത് എൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ തൊട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത്രയും ദിവസമായിട്ട് ഞാനിങ്ങനെ ഓരോ മടി പിടിച്ചിങ്ങനെ എടുക്കാതെ നാളെ ആവട്ടെ ചോദിച്ചിങ്ങനെ പോവായിരുന്നു. ഇപ്പോൾ ഇതാ അച്ഛനും അമ്മയും വന്നിട്ട് ഒരു മാസം ആയി. ഒരു മാസം കറക്റ്റായി. അപ്പോഴാണ് എനിക്കിത് എടുക്കാൻ സമയം കിട്ടിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനം എന്ന് പറഞ്ഞാൽ ഡ്രസ്സും പിന്നെ അല്ലാത്ത ഈ മേക്കപ്പ് ഐറ്റംസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതും പിന്നെ അവർ വാങ്ങിച്ചതും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്നും പിന്നെ ഞാൻ വാങ്ങിച്ചതിൻ്റെ ലിങ്കും അതൊക്കെ നിങ്ങൾക്ക് തരണം എന്നൊക്കെ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാവേ. ഇത്രയും ഡ്രസ്സ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ടോപ്പുണ്ട്, അതായത് ഷോർട്ടായിട്ടുള്ള ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടുന്ന ടോപ്പുണ്ട്, പിന്നെ ചുരിദാറുണ്ട്, പിന്നെ സാരി ഉണ്ട്, പിന്നെന്താ അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. പിന്നെ അല്ലാത്ത കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, പിന്നെ 2 മാല, കമ്മൽ, അങ്ങനത്തെ അതൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിലുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളുമാണ്. അത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതൊക്കെ. അതിൻ്റെയൊക്കെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിക്കോ. എന്തായാലും സാധനമൊക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് തന്നെ ഇതിൽ ഉള്ളത്, മേലെ ഉള്ളത് ഒരു 2 മാലയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച മാലയാണ്. 100 സംതിങ് എന്തോ ഉള്ളൂ. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, നല്ല മാലയാണ്. ഞാൻ കാണിച്ചു തരാം. രണ്ടും ഈ ബ്ലാക്ക് മെറ്റൽ ടൈപ്പാണ് കേട്ടോ, സിൽവർ ടൈപ്പാണ്. സാരീൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി. സാരീൻ്റെ കൂടെയും പിന്നെ എനിക്കൊന്ന് ഈ ടൈപ്പ് ഡ്രസ്സിൻ്റെ അയ്യോ ഇത് മറന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ഇതും ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇതൊരു ഷോർട്ട് കുർത്തിയാണ്. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിന്നിട്ട് കാണിച്ചത്. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടൈപ്പ് കുർത്തിയില്ലേ, ഈ നല്ല ഷേപ്പിൽ വന്നിട്ട് സ്ലീവ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ആ ഒരു കുർത്തിയാണിത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഇട്ടിട്ട്. ഈ ടൈപ്പ് ഇടുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നിന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ മാല നോക്കാം. ഈ കുർത്തിക്കും 200 സംതിങ്ങേ ഉള്ളൂ കേട്ടോ, 200 സംതിങ്ങേ ഉള്ളൂ. ഭയങ്കര അടിപൊളിയാണ്. ക്ലോത്ത് ആണെങ്കിലും നല്ലൊരു ഇത് കോട്ടൺ അല്ലേ, നല്ല ഇങ്ങനെ ഒഴുകി കളിക്കുന്ന ആ ഒരു ടൈപ്പ് ക്ലോത്താണ്. ഫസ്റ്റ് ഇതാ മാല. എനിക്ക് തോന്നുന്നു ഈ മാലയൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ മേ ബി മാച്ചാവും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കമ്മലും ഉണ്ട്, ഒരു കുഞ്ഞ് ചിമ്ക്കി കമ്മൽ. ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കണ്ട. ഒരു കുഞ്ഞ് ജിംക്കി കമ്മലാണ്. ഇതൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ മാച്ചാവും അല്ലേ. ക്യൂട്ടാണ്, നല്ല ക്യൂട്ട് ജുംക്ക. ഇതാ നല്ല അടിപൊളി മാലയാണ് മക്കളെ. നല്ല അടിപൊളി മാല എന്ന് പറഞ്ഞാൽ നമുക്ക് സാരീൻ്റെ കൂടെയും ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ ടൈപ്പ് കുർത്തീസിൻ്റെ കൂടെയും ഒക്കെ മാച്ചായി പോകുന്ന അടിപൊളി മാല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 100 സംതിങ്ങേ ഉള്ളൂ. ഒരു കുഞ്ഞ് കമ്മലും വരുന്നുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കാണിച്ചു തരാവേ. എൻ്റെ കൂടെ കാണുന്നില്ല, കുറച്ച് നല്ല ഭംഗിയില്ലേ, കുറച്ച് ലോങ് ആയിട്ട് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കയറ്റി ഇങ്ങനെ ഇട്ടാൽ രസമില്ല അല്ലേ. ലെങ്ത്തിൽ കിടക്കുന്ന തന്നെയാണ് ഭംഗി. സാരീൻ്റെ കൂടെ ആയിരിക്കും എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് മാച്ചാവും. പിന്നെ ചില ടൈപ്പ് ഓഫ് കുർത്തീസിൻ്റെ കൂടെയും മാച്ചാവും. ഇതിൻ്റെ കൂടെ മാച്ചാവും അല്ലേ, ഇതിൻ്റെ കൂടെയും മാച്ചാവുന്നില്ലേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ നമ്മുടെ മാല വരുന്നത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അടുത്തത് വീണ്ടും ഒരു മാലയാണ്. ഇതും അതേപോലെ തന്നെ കുറച്ച് ലോങ് ആയിട്ട് വരുന്ന മാലയാണ്. ഇതും സെയിം ആ ഒരു പാറ്റേൺ, അങ്ങനെയല്ല ബ്ലാക്ക് മെറ്റലിൽ തന്നെ വരുന്നതാണ്.
എനിക്കിങ്ങനെ ഇതിൻ്റെ കൂടെയും കമ്മലുണ്ട്. ഇത് കുറച്ച് ഹെവിയാണ് കമ്മലൊക്കെ, നല്ല വലിയ കമ്മലാണ്. ഈ ഭയങ്കര ഓവർ സൈസായിട്ടുള്ള കമ്മലൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. മാല ഇതാണ്. ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ബ്ലാക്കിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ, ബ്ലാക്ക് കുറച്ച് ഡാർക്ക് കളറിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയുണ്ടാവും. ഇതിൽ വേറെ 2 ഓറഞ്ചും പിങ്കും കളേഴ്സും വരുന്നത് കൊണ്ട് നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ബ്ലാക്കിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. എൻ്റെ കയ്യിലൊരു സാരി ഉണ്ട്. ഈ 2 മാലയും എനിക്ക് തോന്നുന്നു ആ സാരിക്ക് മാച്ചായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് കാണിച്ചു തരാം. ഇതിനും 100 സംതിങ്ങേ ഉള്ളൂ കേട്ടോ. കമ്മലും ഉണ്ട് ഇതിൻ്റെ കൂടെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതിൻ്റെ കൂടെ എനിക്കൊന്നും മാച്ച് ആവുന്നുണ്ട്. വാവ്, എനിക്ക് നല്ല ഇഷ്ടമായി. കമ്മൽ കുറച്ച് ഹെവിയാണ്, നല്ല കണ്ടോ? കമ്മലും സെയിം ആ പെൻഡൻറ്റ്, ആ ലോക്കറ്റിൻ്റെ ആ ഒരു സെയിം ഇതിലാണ് കേട്ടോ വരുന്നത് കമ്മൽ. ഹായ്, നല്ല ഭംഗിയുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ വേറെ കമ്മലിട്ടത് കൊണ്ട് കണ്ടോ ഇങ്ങനെ ഉണ്ടാവും. വലിയ കമ്മലൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അടുത്തതൊരു കമ്മലാണ്. ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ ഈ ടൈപ്പൊക്കെ ഓൺലൈനിലും കാണാം. നല്ലൊരു റിങ്ങും അതിൽ വരുന്ന ജിംക്കി കമ്മലും. ഇത് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എനിക്ക് ഈ ഒരു ടൈപ്പ് കമ്മൽ വേണമെന്ന്. ഒന്നെങ്കിൽ വലിയ ജുംക്ക, അല്ലെങ്കിൽ റിങ്ങിൽ ഇങ്ങനെ ജുംക്ക വരുന്നത്. അപ്പോൾ അതാ ഇതാണ് കിട്ടിയത്. ഇനി അടുത്തത് വീണ്ടും കമ്മലിൻ്റെ സെറ്റാണ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇത് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതാ ഇതും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ടൈപ്പ് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന കമ്മലുകളാണ്. ഇതെല്ലാം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഓൾമോസ്റ്റ് കുറേ ഇപ്പോൾ ഇതാണല്ലോ, ഈ ടൈപ്പാണല്ലോ ട്രെൻഡിങ്. എനിക്കിഷ്ടമായി ഈ ടൈപ്പ് കമ്മൽ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇതൊരു പ്രൈമറാണ്, സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് പ്രൈമറാണ്. റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റിംഗ് പ്രൈമറാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ, നല്ലതായിട്ട് തോന്നി. ഇത് ഇട്ട് കഴിയുമ്പം സ്കിന്നിൽ നല്ലൊരു ഗ്ലോ വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ ഇതിൻ്റെ ഇതെങ്ങനെയാണെന്നത്. ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. ജസ്റ്റ് എൻ്റെ കയ്യിലൊന്ന് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇതിനും എനിക്ക് തോന്നുന്നു 300 സംതിങ്ങോ അങ്ങനെ എന്തോ ഉള്ളൂ. ഭയങ്കര പൈസേൻ്റെ സാധനമൊന്നുമല്ല, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈമറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും ഒരു മേക്കപ്പ് ഫിക്സറാണ്. ഇതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ് കേട്ടോ. ഇതും അടിപൊളിയാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഇതിനും അത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ. പിന്നെ അടുത്തത് ഒരു സൺസ്ക്രീനാണ്. ഡോട്ട് ആൻഡ് ഗെയിൻ്റെ സൺസ്ക്രീനാണ്. ഇത് ടിൻറ്റഡ് സൺസ്ക്രീനാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, ഡോട്ട് ആൻഡ് ഗെയിൻ്റെ ടിൻറ്റഡ് സൺസ്ക്രീൻ. ഇത് ഞാൻ യൂസ് ചെയ്തു, പക്ഷേ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഇത് എനിക്ക് തോന്നുന്നു 3 ഷെയ്ഡിലെന്തോ ആണ് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചാണ്. 3 ഷെയ്ഡിലെന്തോ ആണ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ കണ്ടത് അത്രയാണ്. അപ്പം അതിൽ ഞാൻ എടുത്തത് വാം ഐവറി എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് സെക്കൻഡ് 02 ആണ് ഷെയ്ഡ് നമ്പർ വരുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റിലുള്ള ഷെയ്ഡ് തന്നെയായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ഇതെൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് എൻ്റെ ഫേസുമായിട്ട് മാച്ച് ആവുന്നില്ല, കുറച്ച് ഡാർക്കർ ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട്. ചെറിയൊരു അബദ്ധം പറ്റി, പക്ഷേ കുഴപ്പമില്ല. അല്ലാതെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. സൺസ്ക്രീനിന് അതുമായി പിന്നെ ടിൻറ്റ് വരുന്നത് കൊണ്ട് ഫൗണ്ടേഷൻ ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തിരക്കിലൊക്കെ പോകുന്ന സമയത്ത് ഇത് മാത്രം മതി. പിന്നെ നല്ലൊരു ഗ്ലോയും വരുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഷെയ്ഡ് കറക്റ്റ് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക. ഞാനിപ്പോൾ എടുത്തത് വാം ഐവറി എന്ന് പറയുന്ന ഷെയ്ഡാണ്. പക്ഷെ ഇതെനിക്ക് മാച്ചല്ല.
പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഇടാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അല്ലാതെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടൊക്കെ ഇടാറുണ്ട്. അടുത്തത് വീണ്ടും ഒരു സൺസ്ക്രീനാണ്. ഇത് വെൽവെറ്റ് ബീൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതല്ല, ഇതെനിക്ക് അമ്മ കൊണ്ടു തന്നതാണ് കേട്ടോ. അമ്മ വാങ്ങിച്ചതാണ്. ഇതും ഒരു ടിൻറ്റ് വരുന്നുണ്ട്. ഇതും നല്ല തന്നെയാണ്. ഇത് ക്യാരറ്റിൻ്റെ ആണ് കേട്ടോ. അങ്ങനെ ക്യാരറ്റ് സൺസ്ക്രീൻ ലോഷനാണ്. അപ്പോൾ അടിപൊളിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. നൈക്കയുടെ ആണ്. ഞാൻ കുറേ എന്താ പറയുക, കുറേ ഞാൻ യൂട്യൂബിലും ഒക്കെ റിവ്യൂസ് നോക്കി ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്തതാണ്. ഇതിൻ്റെ പേര് മൊണാലിസ. ചിലപ്പോൾ നിങ്ങളൊക്കെ എന്നെക്കാളും മുമ്പേ നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് കഴിഞ്ഞതായിരിക്കും. എനിക്കിപ്പോഴാണ് സമയമായതെന്ന് തോന്നുന്നു. ഞാൻ വാങ്ങി ഇട്ട് നോക്കി. നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇത് ഓരോരുത്തരെയും ലിപ്പിൻ്റെ ഇതനുസരിച്ചിരിക്കുമല്ലോ കളറ്. ഞാൻ വീഡിയോസിലാണെങ്കിലും നോക്കുന്ന സമയത്ത് പല ഇതിലും ഓരോ കളറായിട്ടാണ് തോന്നാറ്. അതുപോലെ തന്നെ എൻ്റെ ലിപ്പിൽ വേറെ കളറാണ്. കുഞ്ഞതാണ്, ഇത്രയേ ഉള്ളൂ. ഇതെനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഇതാണ്, സാമ്പിൾ മാത്രമാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല ഷെയ്ഡാണേ. ഞാൻ ഷെയ്ഡ് കാണിച്ചു തരാം. നല്ല ഷെയ്ഡാണെന്ന് പറഞ്ഞാൽ നല്ല ഷെയ്ഡാണ്. നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോ, ഷെയ്ഡ് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് എനിക്കുണ്ടല്ലോ, എനിക്കിങ്ങനെ ഏതൊക്കെ സ്കിൻ ടോണിന് മാച്ച് ആവുന്നുള്ള അങ്ങനെയൊന്നും പറയാനറിയില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഫെയർ ടു മീഡിയം ആയിരിക്കും മാച്ച് ആവുക. കുറച്ച് ഡാർക്കിലോട്ട് പോകുമ്പോൾ അത്ര സത്യം എനിക്ക് അറിയില്ല. പക്ഷേ ഇതെന്തായാലും അടിപൊളി ഷെയ്ഡാണ് എന്തായാലും. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു കിറോൻ്റെ ഒരു PH പ്ലേ ലിപ്പ് ആൻഡ് ചീക്ക് ഓയിലാണ്. ഇതും അടിപൊളിയാണ്. ഇത് എന്താ പറയുക, ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത്, ഞാൻ എന്ത് വിചാരിച്ചിട്ടാണോ ഈ ഒരു ഐറ്റം വാങ്ങിയത്, അത് തന്നെ അതിൽ കൂടുതൽ തന്നു എന്ന് വേണം പറയാം. അത്രയും എനിക്കിഷ്ടമായി. ഇത് ഞാൻ ആക്ച്വലി എനിക്ക് കുറച്ചിങ്ങനെ ഓയിലി ആയിട്ടൊക്കെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് ഓയിലി ഗ്ലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറേ പേരെ ഇങ്ങനെ കാണാറുണ്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഓയിലി ഗ്ലോ ഒക്കെ വരുന്ന ഒരു ബ്ലഷ് ആണെങ്കിലും ആ ഒരു സംഭവം പ്രതീക്ഷിച്ച് വാങ്ങിയാണ്. അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ വെറും വൈറ്റാണ്, ഒരു വെള്ളം അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ സൂപ്പറാണ്. നല്ല ഓയിലി, നല്ല നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള കളറ് നല്ലതായിട്ട് ഇവിടെ ഇങ്ങനെ വരും. ഇത് കാണുമ്പോൾ ഇതൊരിത്തിരി മതി കേട്ടോ, അപ്പോഴത്തേക്ക് നല്ല കളറായിട്ട് വരും. പിന്നെ നല്ല ഗ്ലോയും തരും. വേറെ എന്തോ ഇട്ടതുപോലെയൊക്കെ തോന്നും കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോ, മസ്റ്റ് ട്രൈ ആണ്. ഇതിനും റേറ്റ് വരുന്നത് 400 സംതിങ് ആണ്. ഇത് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ലിങ്ക് കൊടുത്തേക്കാം. ഇതിലുള്ളതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് ഡ്രസ്സിലോട്ട് പോകാം. അപ്പോൾ അത്രയും ഉണ്ടാവും, പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ അതാ കുറേയൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതുകൊണ്ട്, ഗ്രാൻഡേഴ്സ്, നമ്മുടെ പേരാമ്പ്രയുള്ള ഗ്രാൻഡേഴ്സ് നിന്ന് വാങ്ങിച്ചതൊക്കെ ഉണ്ട്. ഇതാ ഈ ഒരു ടീഷർട്ട്, ഇതൊരു പിങ്കാണ് കേട്ടോ. ഇതിൽ കാണുമ്പോൾ എനിക്ക് വേറൊരു കളർ പോലെ, റെഡ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇത് നല്ല ഡാർക്ക് പിങ്കാണ്. ഒരു ടീഷർട്ട്, സിമ്പിൾ ടീഷർട്ടാണ്. ഇത് ഞാനൊരു വട്ടം ഇട്ടു കേട്ടോ. ഇതിൽ കാണിക്കുന്നതൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് ഇട്ട് കഴിഞ്ഞതാണ്. പിന്നെ ഇതും ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊരു സിമ്പിൾ ടീഷർട്ടാണ്. ഇതുണ്ടല്ലോ, ഇത് ഞാൻ ഓൾറെഡി ഇവിടെ നിന്ന് ഇട്ടതാണ്. ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണല്ലോ നമ്മുടെ ലിങ്ക് കൊടുക്കുന്നത്. പക്ഷേ ആ സമയത്ത് ചില ഡ്രസ്സിൻ്റെ ഒന്നും ലിങ്ക് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് മിന്ത്രയിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോക്കിയ സമയത്ത് എന്ത് കളിച്ചിട്ടും എങ്ങനെയൊക്കെ സെർച്ച് ചെയ്തിട്ടും ഒരക്ഷയം ഉണ്ടായിരുന്നില്ല. ഇതെനിക്ക് കിട്ടിയതേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഞാനിത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഈ ടോപ്പിൻ്റെ ലിങ്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോ. ഈ ഒരു ടോപ്പ് ഇട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ എനിക്ക് നല്ലൊരു കിടിലൻ ഓഫറിലാണ് കിട്ടിയത്. 100 സംതിങ്ങേ കൊടുത്തിട്ടുള്ളൂ. 187 81 അങ്ങാണ്ടാണ് കൊടുത്തത്. പക്ഷേ പിന്നീട് ഞാൻ നോക്കുന്ന സമയത്ത് 200 എത്രയോ ആയിട്ടുണ്ടായിരുന്നു, 300 297 അങ്ങനെ എത്രയോ ആയിട്ടുണ്ടായിരുന്നേ. പക്ഷേ അപ്പോഴും ഇത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന്
പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്നുണ്ട്. ഞാൻ നോക്കുന്ന സമയത്തൊക്കെ എക്സലൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. ഞാൻ എടുത്തത് സ്മോളാണ് ഞാൻ എടുക്കുന്ന അധികം സ്മോൾ തന്നെയാണ് എല്ലാ ഡ്രസ്സും ഓൺലൈനിൽ എടുക്കുന്നത്. എനിക്കതാണ് കറക്റ്റ് ആവാറ്. ചില സമയത്ത് സ്മോൾ എടുത്താലും മിന്ത്രയിൽ നിന്നൊക്കെ സ്മോൾ എടുത്താലും അത് ലൂസായിരിക്കും. അത് വിചാരിച്ച് ഞാൻ എക്സസ് എടുത്താലോ അത് ടൈറ്റും ആയിരിക്കും. അപ്പോൾ എനിക്കറിയില്ല എൻ്റെ കറക്റ്റ് സൈസ് എത്രയാണ്. എന്തായാലും ചിലതൊക്കെ കറക്റ്റ്. ഇതൊക്കെ സ്മോളാണ് കേട്ടോ എടുത്തത്. ഇതൊക്കെ കറക്റ്റാണ്. ഇതും സ്മോളാണ്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഇതേപോലെ തന്നെയുള്ളൊരു ടോപ്പാണ്. ഒരു കുർത്തിയാണ്, ഷോർട്ട് കുർത്തിയാണ്. ഇതേപോലെ തന്നെ കൈ ഇങ്ങനെ കുറച്ച് വീതിയിൽ വരുന്ന കൈയാണ്. പക്ഷേ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ക്ലോത്ത് എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഇതിങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നൊരു ക്ലോത്തിൽ, ഒരു വടി പോലെ നിൽക്കുന്ന ക്ലോത്തില്ലേ, ആ ഒരു ടൈപ്പ് ക്ലോത്താണ് കേട്ടോ. ഇതെനിക്ക് വലിയ ഇഷ്ടമായില്ല. പക്ഷേ ഇതിൻ്റെ കളറും ബാക്കി പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ കളറും പിന്നെ ഇട്ടാലും എനിക്കൊരു കറക്റ്റ് ഫിറ്റ് അല്ലാത്ത പോലെ ഇതിൻ്റെ ഒരു ഭംഗി എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഇട്ടിട്ടില്ല. ഇതിനും 200 സംതിങ്ങേ ഉള്ളൂ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊരു സ്ലീവ്ലെസ് ടോപ്പാണ്. ഒരു ഷോർട്ട് ടോപ്പാണ്. ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് വരുന്ന ഈ ഹാഫ് പോർഷനിൽ തൊട്ട് പ്ലീറ്റ് വരുന്നൊരു ടൈപ്പ് ഒരു ഷോർട്ട് ടോപ്പാണ്. ഇത് ആക്ച്വലി അമ്മ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ എത്രയോ എക്സലോ ലാർജായിരുന്നു. ഇതെന്തോ ഓഫറുള്ള സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ലാർജായിരുന്നു. എന്നിട്ട് ഇത് എനിക്ക് ചെറുതാക്കി. പക്ഷേ എന്നാലും കുറച്ചും കൂടെ ഒരു ഷേപ്പ് ആവാനുണ്ടായിരുന്നു. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ ഒരു ടോപ്പ് നല്ല രസമുണ്ട്. ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇതും ഗ്രാൻഡേഴ്സ് എന്ന് വെച്ചാണ്. ഇതും സെയിം ആ ഒരു പാറ്റേണിൽ വരുന്ന ടോപ്പ് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് വരുന്ന ടൈപ്പ്, നല്ല ബ്ലാക്കിൽ നല്ല അടിപൊളി പ്രിൻ്റ് വരുന്ന നോക്കിയേ, നല്ല ഭംഗിയില്ല കാണാൻ. ഇട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി ഇത്. ഇതിന് ബാക്കിൽ ഇതൊരു കെട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ അഗെയിൻ ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ഞാൻ ഇട്ടിട്ട് അലക്കിയിട്ട് തിരിച്ചിട്ടിട്ടാണോ ഉള്ളത്. ഇതൊരു ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്. ഇതും മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതും ഞാൻ ഷോർട്സിൽ ഇട്ട സമയത്ത് ലിങ്ക് കൊടുക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് എന്ത് കളിച്ചിട്ടും ലിങ്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ടോപ്പാണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്. എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടില്ലേ, ഫുൾ കളർഫുൾ ആയിട്ടില്ലേ. സ്ലീവ് ഒരു കളറാണ്, ഒന്ന് വേറെ കളറാണ്. പക്ഷേ എനിക്കിഷ്ടമായിട്ടോ ഇത്. ടോപ്പ് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ടോപ്പ് ഇനി ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ ഇട്ടിട്ട് അലക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. പിന്നെ ഒരു ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഓൺലൈനല്ല കേട്ടോ. ഇത് ഗ്രാൻഡേഴ്സ് എന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു സ്ലീവ്ലെസ് ആണ് കേട്ടോ. റെഡിമെയ്ഡ് ചുരിദാറാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ചുരിദാറാണ്. ഇതെന്ത് കളറാണ്, മജന്തയാണോ? നല്ലൊരു കണ്ട ഇവിടുത്തെ ഈ ഒരു വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഇങ്ങനെ ഇതാണ് സ്ലീവ് വരുന്നത്. നല്ല രസമുണ്ട്. ഷോൾ ആ ഒരു പ്രിൻ്റ് തന്നെ വരുന്ന ഷോളാണ്. ഇതിന് എത്രയാണ് റേറ്റ്? ഇതിന് 1255 അതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പാൻറ്റിനും എന്തോ ഒരു പ്രത്യേകതയുണ്ട്. കണ്ട, ഇതിൻ്റെ പാൻറ്റ് അടിയിൽ ഇങ്ങനെ ഒരു കട്ടിങ് ഒക്കെ വരുന്നുണ്ട് പാൻറ്റിന്. കണ്ടോ, നല്ല രസമുണ്ട്. ഇതും ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇത് അമ്മ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ സംഭവം കൊള്ളാം. ഇതിൻ്റെ ബ്ലാക്കും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു കളറുമാണ് വാങ്ങിച്ചത്. അടിയിൽ ഇങ്ങനെയാണ്. അടിയിൽ ഇങ്ങനൊരു ഇതൊക്കെ തൂങ്ങുന്നുണ്ട്. ഇതും ഇതിൻ്റെ പ്രിൻ്റ്, ഈ ഒരു മെറ്റീരിയലും ഒക്കെ നല്ലതാണ്. പിന്നെ എൻ്റെ ബാക്കിൽ ഇങ്ങനൊരു ഇതാണ് കേട്ടോ ഇതാണ് ഫ്രണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനൊരു ലേസ് കൊടുത്തിട്ടുണ്ട്. ഈ ലേസ് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല. ഇത് ഞാൻ മിക്കവാറും പൊട്ടിച്ച് കളയും. പിന്നെ ഇതെനിക്ക് കുറച്ച് ലൂസുണ്ട്. ഇതമ്മ ഓൾറെഡി ഷേപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. എന്നാലും എവിടെയോ ഒരു ലൂസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ മെലിഞ്ഞു, എന്ത് പറ്റി, എന്ത് ചെയ്തതെന്നൊക്കെ. എനിക്കും ചില സമയത്ത് ചില ഡ്രസ്സ് ഇടുന്ന സമയത്ത് എനിക്ക് തോന്നും ഞാൻ മെലിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് തോന്നും മെലിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ മെലിഞ്ഞിട്ടുണ്ടല്ലേ. വെയിറ്റൊക്കെ കറക്റ്റ്, വെയിറ്റ് അത്ര തന്നെ ഉണ്ട്, 53 ഉണ്ട്. പക്ഷേ ഞാൻ മെലിഞ്ഞു. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ.
ഓവറായിട്ടും വലിഞ്ഞ് ബോറായിട്ടൊന്നുമില്ലല്ലോ, ഇതുപോരെ. ഇതൊരു ടോപ്പ് മാത്രമാണ്, ഇതൊരു അത്യാവശ്യം ലെങ്ത്തിൽ വരുന്നൊരു ടോപ്പ് മാത്രമാണ്. നമുക്ക് പലാസോൻ്റെ കൂടെയോ ഒക്കെ പെയർ ചെയ്യാം. അപ്പോൾ അത്രയാണ് ഡ്രസ്സ് വരുന്നത്, ടോപ്പും പിന്നെ സൽവാറും. പിന്നെ ഞാൻ 2 സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു സാരി ഇട്ടിട്ട് ഞാൻ ഓൾറെഡി ഒരു ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ അതാ ഈ ഒരു ബ്ലാക്ക് സാരിയാണ് വാങ്ങിയത്, ഞാനിതുവരെ ഉടുത്തിട്ടില്ല, ഇത് ഉടുക്കണം. ഈ സാരീൻ്റെ കൂടെ ഞാൻ പറഞ്ഞത് നേരത്തെ ആ മാലയൊക്കെ നല്ലതായിട്ട് മാച്ച് ആവുന്ന അല്ലേ. ഇത് നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ക്ലോത്താണ്, നമ്മുടെ ശരീരമായിട്ട് ഇങ്ങനെ പറ്റി ചേർന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് ക്ലോത്താണ്. ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഈ ടൈപ്പ് ക്ലോത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു സാരി ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചല്ല, പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. എനിവേസ് ഈ ടൈപ്പ് സാരി ഓൺലൈനിൽ കാണുവാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ഇതാണ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുമൊക്കെ സാധനങ്ങളാണ് എനിക്ക് കൊണ്ടു തന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, എന്തൊക്കെയാണ് ഇഷ്ടപ്പെടാത്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഞാൻ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ലിങ്ക് ഉള്ളതൊക്കെ ഞാൻ കൊടുത്തേക്കാം, എല്ലാ സാധനത്തിൻ്റെയും. അപ്പോൾ ഇത്രയൊന്നും നിങ്ങളെ കാണിക്കുമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.